ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ ഉൾപ്പെടുത്തി. ഈ സമുദായത്തിൽ ഉൾപ്പെടുന്നതോടുകൂടി നാം വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമാണ്. നാം ഏതെങ്കിലും ഇസ്സത്തിൻ്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ പിന്നാലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാന്ത്രികൻ്റെ പിന്നാലെയോ പോയിക്കൊണ്ട് ജീവിതം തുലക്കേണ്ടവരല്ല. നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സകല റഹ്മത്തുകൾക്കും നിഅമത്തുകൾക്കും അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും വിധേയരാകേണ്ട ഒരു സമൂഹമാണ്. കാരണം നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താക്കിയിട്ടാണ് നമ്മളെ അള്ളാഹു തആല ഈ ലോകത്ത് ജനിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ഫഹൽ അൻതും മുസ്ലിമൂൻ. നബിയെ, വമാ അർസൽനാക, നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ല, ഞാൻ അയച്ചിട്ടില്ല, അള്ളാഹു അയച്ചിട്ടില്ല ലോകർക്ക്, ആലമുകൾക്ക്, ലോകങ്ങൾക്ക് അനുഗ്രഹമായിട്ടല്ലാതെ. എന്താണ് നബിയുടെ ഉത്തരവാദിത്വം? ഇത്രയും വലിയ അനുഗ്രഹം എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ഖുർആനിനെ ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം ഇല്ല. നബിയെ തങ്ങൾ പറയുക, നിങ്ങളുടെ ആരാധ്യൻ ഇലാഹ് ഏക ഇലാഹ് മാത്രമാണ്. കണ്ട, അള്ളാഹുവിന് കൊടുത്ത ഏറ്റവും അള്ളാഹു തആല ആ റഹ്മത്ത്, ലോകർക്ക് അനുഗ്രഹം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിട്ട് അള്ളാഹു നബിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് എന്ത്? തങ്ങൾ പറയുക, നിങ്ങളുടെ ആരാധ്യൻ ഇലാഹ് അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യനും തന്നെ നിങ്ങൾക്കില്ല. അള്ളാഹുവിൻ്റെ റസൂൽ വ്യക്തമാക്കി പറഞ്ഞു, പൂർവ്വ സമൂഹങ്ങൾ അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കിയതുപോലെയും പൂജാവിഗ്രഹങ്ങളാക്കിയതുപോലെയും എൻ്റെ ഖബറിനെ നിങ്ങൾ അങ്ങനെ ആക്കരുത്. മാത്രമല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി ഒരു വിഗ്രഹമോ ആരാധ്യനോ ആയി മാറാതിരിക്കാൻ. കാരണം പൂർവ്വ സമൂഹങ്ങൾ തകർന്നത് അവരിൽ നിന്ന് തൗഹീദ് നഷ്ടപ്പെടുകയും അള്ളാഹുവിനെ അവർ അംഗീകരിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിലേക്ക് അവർ ആരാധന നടത്തുകയും സൃഷ്ടിപൂജ നടത്തുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് കാരണമാണ് പൂർവികരായ സമൂഹങ്ങളൊക്കെ തന്നെ നാശത്തിലും നഷ്ടത്തിലും വന്നുപെട്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു, എൻ്റെ സമൂഹം നാശത്തിൽ പെടരുത്, പിന്നെ നബി തങ്ങളുടെ ഖബറിനെ ആരാധനാലയമാക്കരുത്. ഇത് രണ്ടും അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹു നബിയോട് പറയാണ്, നബിയെ തങ്ങൾ പറയുക, നിങ്ങളുടെ ആരാധ്യൻ ഇലാഹ് ഏക ഇലാഹ് മാത്രമാണ്, ഞാനാണ്, അതായത് അള്ളാഹുവാണ്. എനിക്ക് വഹി ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാനാണ്. ആരാധന അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കാനാണ് എനിക്ക് അള്ളാഹു തആല പ്രബോധനം നൽകിയിട്ടുള്ളത്. അതിനാൽ നിങ്ങൾ മുസ്ലിമീങ്ങൾ ആകുന്നില്ലയോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഫഹൽ അൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിമീങ്ങളാകുന്നില്ലയോ? അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ലാത്തവരാണ്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെപ്പോലെ ഏതെങ്കിലും സൃഷ്ടിക്ക് ഗുണവിശേഷണം ഉണ്ടെന്നോ അള്ളാഹുവിൻ്റെ എന്തെങ്കിലും ഒരു അധികാര പരിധിയിൽ എന്തെങ്കിലും ഒരു അംശം അധികാരം ആ സൃഷ്ടിക്കുണ്ടോ എന്ന് കരുതിയാൽ അവൻ മുശ്രിക്കാണ്. ഇത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തേക്ക് അനുഗ്രഹീതനായിട്ട് അയച്ചിട്ടുള്ളത്. അള്ളാഹു ഒരു മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ശിർക്കില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിനെ കലിമത്തു തയ്യിബയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പഠിച്ചുകൊണ്ട് അതിൽ ഇസ്തിഖാമത്തിലായിക്കൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു അനുഗ്രഹവും ഇല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന ആയത്തിനെ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? നബിയെ പിന്തുടരുന്നവർക്ക്
ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹമാണ്. നബിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നബിയെ പിന്തുടരുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും കിട്ടുന്ന അനുഗ്രഹമാണ്. ഇസ്ലാമായി ജീവിക്കുന്നത് കൊണ്ട്, മുഅ്മിനായി ജീവിക്കുന്നത് കൊണ്ട് ഇഹലോകത്ത് അവനക്ക് ഇസ്സത്തും അന്തസ്സും വരും. അവൻ വിനീതനും ജനങ്ങൾക്ക് മാതൃകയുള്ളവനുമാകും. അല്ലാഹു തആല പറഞ്ഞു, അൻതുമൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ഉന്നതരാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത്, അന്തസ്സ് അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമുള്ളതാണ്. ഈ മുഅ്മിനീങ്ങളിൽ സഹാബാക്കൾ പെട്ടു, ഔലിയാക്കൾ പെട്ടു, സിദ്ദീഖീങ്ങൾ പെട്ടു, ശുഹദാക്കൾ പെട്ടു, സ്വാലിഹീങ്ങൾ പെട്ടു. ജമീഅായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അപ്പോൾ ആ മുഅ്മിനീങ്ങളാകണം. മുഅ്മിനാകണമെങ്കിൽ എന്താകണം? മുസ്ലിമാകണം. മുസ്ലിമാകണമെങ്കിൽ എന്താകണം? ശിർക്ക് നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹമാണ്. ആർക്ക്? ഖാല മൻ തബഅഹു കാന ലഹു റഹ്മത്തുൻ ഫിദ് ദുനിയ വൽ ആഖിറ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റിയത്, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹമാണ്. പിന്നെ മറ്റുള്ളവർക്കുള്ള അനുഗ്രഹം എന്താണ്? മുസ്ലിമീങ്ങളല്ലാത്തവർക്കും അമുസ്ലിമീങ്ങൾക്കും മുനാഫിക്കീങ്ങൾക്കും ഒക്കെ ഉള്ള അനുഗ്രഹം ഒന്നാകെ നശിപ്പിക്കുക എന്നുള്ളത് നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു തആല സ്വീകരിക്കുകയും സമൂഹത്തിനെ ഒന്നാകെ നശിപ്പിക്കുകയില്ല. പഠിക്കാൻ സമയം കൊടുക്കൂ. ഇത് ഉമ്മത്ത് മുഹമ്മദിനുള്ള പ്രത്യേകതയാണ്. ഈ ലോകം ഒന്നാകെ ഒറ്റടിക്ക് അവസാനിക്കുകയില്ല. എന്നാൽ ഖിയാമത്ത് നാളിൽ ഒറ്റടിക്ക് അവസാനിക്കും. അള്ളാഹുവിൻ്റെ അദാബുകൾ കുറഞ്ഞ രീതിയിൽ ചില സമൂഹങ്ങളിൽ ബാധിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഇബ്രത്തും തഖ്വയും ഉണ്ടാകാൻ കുറേയൊക്കെ അല്ലാഹു തആല പാഠങ്ങൾ നൽകും. ചെറിയ പരീക്ഷണങ്ങളിൽ കൂടി ഇവനെ മടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. ഇവൻ ഹിദായത്ത് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, ഇവൻ ഹിദായത്തിന്റെ മാർഗം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അതിന് പരിശ്രമിക്കുമ്പോൾ അല്ലാഹു തആല അവനെ എത്തിച്ചു കൊടുക്കും. അതിൽ യഹ്ദി മൻ യശാ വല്ലാഹു യഹ്ദി മൻ യശാ. സഹോദര, അപ്പോൾ ഈ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആയത്ത് തോന്നിയസനം കാട്ടാനാണ് ഇന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഈ ആയത്ത് വ്യാഖ്യാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തന്നെ ആക്കുന്ന ചില ആളുകളുണ്ട്. മുത്തശാബിഹാത്തായ ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഉലൂഹിയത്ത് നൽകുന്നവരുണ്ട്. എന്നാൽ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആരാണ് അദ്ദേഹം? അദ്ദേഹത്തെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് റഈസുൽ മുഫസ്സിരീൻ എന്നാണ്. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ തന്നെ ബഹുമാനിച്ചിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന ചെറുപ്പക്കാരൻ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും തഫ്സീർ ചോദിച്ചിരുന്ന ചെറുപ്പക്കാരൻ, അള്ളാഹുവിൻ്റെ റസൂൽ റഈസുൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, സഹാബിയായ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റസൂലിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവർ, ചെറുപ്പം മുതൽ റസൂലിൻ്റെ സുഹബത്ത് ആഗ്രഹിച്ച് റസൂലിൻ്റെ കൂടെ നടന്ന് റസൂലിൽ നിന്ന് വൈജ്ഞാനിക വിറാസത്ത് പാരമ്പര്യമായി പരമ്പരാവകാശമായിക്കൊണ്ട് സമ്പാദിച്ച യഥാർത്ഥ വിജ്ഞാനത്തിൻ്റെ ഉടമസ്ഥരായ സഹാബികൾ, അവരിൽ റഈസുൽ മുഫസ്സിരീൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സഹാബി പറഞ്ഞത് അതാണ്. നബി തങ്ങളെ പിൻപറ്റാത്തവർക്ക് കിട്ടുന്ന ഗുണം, അവർക്ക് മടങ്ങാനുള്ള അവസരങ്ങൾ, സമയങ്ങൾ നൽകപ്പെടുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തോരണങ്ങൾ കെട്ടാനും നിങ്ങൾക്ക് ബിദ്അത്തുകൾ നടത്താനും ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള മൗലിദുകളും ജാഥകളെയും പറ്റി ഇന്ന് അതിനെ പ്രേരിപ്പിച്ചിരുന്ന ചില ഉലമാക്കൾ, മൗലവിമാർ, മുസ്ലിയാക്കന്മാർ പോലും പ്രസംഗിക്കേണ്ടി വന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണെന്നുള്ളത്. ഇസ്ലാം ഒരു ബിദ്അത്തിനെ അകറ്റണമെന്ന് പറഞ്ഞാൽ ആ ബിദ്അത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ബിദ്അത്തിലൂടെ അനേകം ദോഷങ്ങൾ വരും. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിദ്അത്തുകളെ പറ്റി പറയുമ്പോൾ വളരെ കർശനവും ഗൗരവവുമായിട്ട് പറഞ്ഞത്. ഉലമാക്കൾ പറയുന്നു, നിങ്ങളിൽ ഹറാമുണ്ടെങ്കിൽ ആ ഹറാമിനെ പറ്റിയുള്ള കുറ്റബോധം നിങ്ങളിൽ ഉണ്ടാകും. നിങ്ങളത് തൗബ ചെയ്ത് മടങ്ങാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്നാൽ ബിദ്അത്ത് അങ്ങനെയല്ല. അത് നിങ്ങൾ ന്യായീകരണങ്ങളെ കൊണ്ട്, പുത്തനാചാരങ്ങൾ ന്യായീകരണങ്ങളെ കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട്
അതിന് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് തൗബ ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അഹ്, എല്ലാ പുതുനിർമ്മിതികളും ബിദ്അത്താണ്. അത് എത്ര അലങ്കാര പ്രയോഗങ്ങളാണെങ്കിലും. ഒരാൾക്ക് തോന്നുകയാണ് മരിച്ചുപോയ കുറേ മഹാന്മാർ ഈ ഖബറിലുണ്ട്, ദോഷികളും ഫാസിക്കീങ്ങളും ഈ ഖബറുകളിലുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് ഒരു മൗലൂദും റാത്തീബും ഒരു ഖുർആനൊക്കെ ഓതിയിട്ട് അവരൊന്ന് സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഖുർആൻ ഓതി കേൾപ്പിക്കുക. ഇതൊരു നല്ല കാര്യമാണല്ലോ. ഇനി ഒന്നും വേണ്ട, നമ്മളവിടെ പോയിരുന്ന് കുറച്ച് ഖുർആൻ ഓതുക. കാണുന്നവർക്ക് അതിനൊരു തെറ്റും തോന്നുന്നില്ല, ചെയ്യുന്നവർക്കും ഒരു തെറ്റും തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്തിബാഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ല, കൽപ്പനയില്ല. അത് പ്രത്യേകമായൊരു ഇബാദത്തായിട്ട് ചെയ്യുമ്പോൾ അത് ബിദ്അത്താകുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടുകളും നരകത്തിലേക്കുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചോ അത് ചെയ്യുക എന്നുള്ളതാണ് റഹ്മത്ത് കരഗതമാകാൻ, ദുനിയാവിലും ആഖിറത്തിലും റഹ്മത്ത് കരഗതമാകാൻ പറ്റുകയും. ചില ആളുകൾ വാദിച്ചു, ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്നേഹിക്കുന്നുണ്ട്. ആദ്യത്തെ സ്നേഹം അള്ളാഹുവിനോടാണ്, രണ്ടാമത്തെ സ്നേഹം റസൂലിനോടാണ്, മൂന്നാമത്തെ സ്നേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനോടാണ്. ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശരി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ നബിയെ അവരോട് പറയുക, കുൽ, നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും മാർഗദർശനവും ജീവിത പദ്ധതിയുമാക്കിക്കൊണ്ട് വിജയത്തിൻ്റെ മാർഗങ്ങൾ അവതരിപ്പിച്ച ജീവിത രീതിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന നിങ്ങളെ പ്രവാചകനായ അവിടത്തെ പറ്റി അല്ലാഹു തആല പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ നബിയോട് അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെന്ന് വാദിക്കുന്നവരാണെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഫയുഹിബ്ബുകുമുല്ലാഹ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം ഒരു മനുഷ്യന് കരഗതമാകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചത്, അവിടുന്ന് എന്താണോ കൽപ്പിച്ചത്, ആ കൽപ്പന പ്രകാരം ജീവിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റിട്ടേൺ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെല്ലാമായി. പിന്നെ അവൻ എന്തിനു വിഷമിക്കണം? പിന്നെ അവൻ എന്തിനു ബുദ്ധിമുട്ടണം? ഈ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ പരിപൂർണമായി കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാൽ യഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരും, ദുനൂബക്കും, നിങ്ങളെ പാപങ്ങൾ, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ചെയ്തു പോയ പാപങ്ങൾ, ഇതെല്ലാം തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും. അതിനുള്ള ഷർത്ത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ പാപങ്ങളെ തൊട്ട് റസൂൽ മുന്നറിയിപ്പ് നൽകി, ദോഷങ്ങളെ തൊട്ട് റസൂൽ മുന്നറിയിപ്പ് നൽകി, സ്വർഗം കിട്ടാൻ കാരണമാകുന്ന കർമ്മങ്ങളെപ്പറ്റി റസൂൽ നമ്മളെ പഠിപ്പിച്ചു, നരകത്തിലേക്ക് പോകുന്ന കാര്യകാരണബന്ധം നമ്മളെ പഠിപ്പിച്ചു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലാണ് അള്ളാഹുവിന് ഇഷ്ടം. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു തആല ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കും. സഹോദര, ആലോചിച്ചു നോക്കൂ. നബിയോടുള്ള സ്നേഹം കൊണ്ട് ജനങ്ങൾ പട്ടിണിയിലായിരിക്കുന്ന ഈ കാലഘട്ടം, പല സ്റ്റേറ്റുകളിലും വിഷമങ്ങളുള്ള കാലഘട്ടം, പല സ്റ്റേറ്റുകളിലും നമ്മുടെ നാട്ടിലും ബുദ്ധിമുട്ടുകളുള്ള ഈ കാലഘട്ടം, എല്ലാം മറന്നുകൊണ്ടൊരു ദിവാസ്വപ്നത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ, അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാമ്പത്തികം നാം ഭയപ്പെടണം. സമ്പത്തിനെ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഈ മിസ്ർ എന്ന രാജ്യം ഭരിക്കുകയും
ആ രാജ്യത്ത് 7 വർഷത്തെ ദാരിദ്ര്യവും ഭയങ്കരമായ വരൾച്ചയും ആ വരൾച്ചയെ അതിജീവിക്കേണ്ട മാർഗങ്ങളും അല്ലാഹു തആല പഠിപ്പിക്കുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിലൂടെ ലോകത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ, കടം വാങ്ങിയിട്ടൊക്കെ തോരണങ്ങൾ തൂക്കുന്ന നഷ്ടങ്ങൾ, മനുഷ്യനോട് പോയിട്ട് നിർബന്ധിച്ച് പിരിച്ചു കൊണ്ടിട്ട് ആകെ 10,000 ഉറുപ്പികയോ 20,000 ഉറുപ്പികയോ മാസ വരുമാനമുള്ള മനുഷ്യർ, ഇല്ലെങ്കിൽ വെറും കൂലിപ്പണിക്കാർ, നിത്യജീവിതത്തിന് തന്നെ കഷ്ടപ്പെടുന്നവർ, അവരോട് ചെന്നുകൊണ്ട് പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ സംഖ്യകൾ പിരിച്ചുകൊണ്ട് ആ സംഖ്യകൾ കൊണ്ട് ബിരിയാണിയും നെയ്ച്ചോറും വെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ തോരണങ്ങളും പരിപാടികളും നടത്തിക്കൊണ്ട് കഷ്ടപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് ഇങ്ങനെയുള്ളൊരു മാതൃക നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി 1 രൂപ പോലും ചെലവഴിക്കാതെ, 1 രൂപ പോലും കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യർ, ധൂർത്തുകളും കല്യാണ ധൂർത്തുകളും, ഇതിനൊക്കെ പുറമെ സ്വന്തം മക്കളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുക. അതിന് ന്യായം പറയുന്നത് റസൂലുള്ളാഹിന്റെ ജന്മം ആഘോഷിക്കുന്നില്ലേ? ഈ രാജ്യത്തെ ഒരൊറ്റ മൗലവിമാരും മുസ്ലിയാക്കന്മാരും ജന്മദിനം ആഘോഷിച്ചത് ഇന്നുവരെ എൻ്റെ അറിവിൽ കിട്ടിയിട്ടില്ല. അവരൊക്കെ പറയും അത് ഹറാമാണെന്ന്. ജന്മദിനം ആഘോഷിക്കുന്നിടത്ത് പറയാം, നമ്മുടെ വീടുകളിൽ ഓരോ വർഷവും കുട്ടികളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കാറുണ്ട്, പ്രായമായവരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇതെല്ലാം ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജന്മം ആഘോഷിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട്, റസൂലിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ ന്യായീകരണങ്ങൾ ഇതിനായി വന്നപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് അതിനെ എതിർക്കേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ നബിയുടെ ജന്മദിനവും ഹിജറ 300-ന് ശേഷം ഉണ്ടായതാണ്, അതിനു മുമ്പില്ല എന്ന് പറയേണ്ടി വരും. പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സഹോദര, ഇസ്ലാം ഒരു ജീവൽ സത്യമാണ്, ഖുർആൻ ഒരു ജീവൽ സത്യമാണ്. അതെന്നും നിലനിൽക്കുന്നതാണ്. കാലത്തിനനുസരിച്ചിട്ടോ കാലഘട്ടത്തിനനുസരിച്ചോ ആളുകൾക്കനുസരിച്ചിട്ടോ മാറ്റാനോ മറിക്കാനോ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് എന്നും ശക്തിയോടുകൂടി നിൽക്കും. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകൾ എല്ലാ കാലഘട്ടങ്ങളിലും പൊളിഞ്ഞുകൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പ്രബോധകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. കാരണം ഇത് അങ്ങനത്തെ ഒരു സമൂഹമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തമ സമൂഹമാണ്. ഈ ദീനിനെ അല്ലാഹു തആല തന്നെ കാക്കും, ഈ ഖുർആനിനെ അല്ലാഹു തന്നെ കാക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായിട്ടും ഇതിനെ നമ്മളാണ് ഇറക്കിയത്, ഇതിനെ നമ്മൾ തന്നെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ജിൽദുകളെ സംരക്ഷിക്കുക എന്നുള്ളതല്ല, ദൃഷ്ടാന്തങ്ങളെ, നിയമങ്ങളെ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ റൂളുകളെ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ 16കാരനെ പോലെ അതിങ്ങനെ തെളിഞ്ഞു നിൽക്കും. അതിനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിലനിർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും കാലഘട്ടത്തിന് വേണ്ടി കാലോചിതമായി ഏതെങ്കിലും വിദേഹത്തിനെ മനുഷ്യൻ ന്യായീകരിച്ചാൽ ആ മനുഷ്യൻ കുറ്റവാളിയാവുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അവൻ പാത്രീഭൂതനാവുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, ഹിദായത്തും സന്മാർഗവും കിട്ടിയവരാണെങ്കിൽ അതിനെ തിരിച്ച് പറയേണ്ടതുമാണ്. ഇതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലത്തിന് വേണ്ടിയോ ഏതെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ ഒന്നും തന്നെ ഒരു ബിദ്അത്തിനെയും ന്യായീകരിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ മാസമാണ് ഈ റബീഉൽ അവ്വൽ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിഷമിച്ച ഒരു സമയമായിരുന്നു അത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി വഫാത്തായ തിങ്കളാഴ്ച ദിവസം തൻ്റെ സ്വയബുദ്ധി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഒരാളും ദുഃഖമുള്ള ദിവസത്തിൽ ആഘോഷിക്കുമോ? ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടാവുകയില്ല. ദുഃഖമുള്ള സമയങ്ങളിൽ ഒരാളും ആഘോഷിക്കുകയില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ബഹളമുണ്ടാക്കിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ ഓതിക്കൊണ്ട് റസൂലും മരിക്കും, ലോകത്തുള്ള എല്ലാവരും മരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള മരിച്ചുപോയി, അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന വിഷയം ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വഫാത്തിൻ്റെ ദിവസം നമുക്കെങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? മെഹ്റാബിൽ നിന്ന് നബാത്തി ഖുത്ബ ഓതുന്ന ഖതീബ് പറയുന്നു, എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾ ഈ ദിവസം സന്തോഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ് എന്നൊക്കെ നബാത്തി ഖുത്ബയിൽ ഘോരം പ്രസംഗിക്കുമ്പോൾ ഓതുമ്പോൾ
മിമ്പറിൻ്റെ താഴത്തിറങ്ങിക്കൊണ്ട് അതേ ഖത്തീബ് പറയുന്നു, നമുക്ക് ആഘോഷിക്കണം, നമുക്ക് കോട്ടിട്ട് യാത്ര ചെയ്യണം, നമുക്ക് കൃഷ്ണജയന്തി പോലെ അതിനേക്കാൾ ഉഷാറാക്കിക്കൊണ്ട് നമുക്ക് ഈ എന്തു ചെയ്യണം, റാലി നടത്തണം. ഇന്ന് വലിയൊരു ഉസ്താദ് പെണ്ണുങ്ങൾ അടക്കമുള്ള റാലി തന്നെ വേണ്ട എന്ന് പറയുന്നിടത്തെത്തി. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം നമുക്ക് എല്ലാ സമയത്തും വേണം, ഏത് സമയത്തും വേണം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ റസൂലിനെ, എവിടെയാണോ നമുക്ക് മാതൃകയാക്കാൻ പറ്റാത്തത് ആ ഇടം കണ്ടുപിടിച്ചുകൊണ്ട് റസൂലിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പ് നോക്കുന്നു, കാരണം എന്നെ പ്രസവിച്ച ദിവസമാണത്. എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും അള്ളാഹുവിന് നന്ദി പറയുകയും ചെയ്യുന്നു. സഹോദര, ഇതെല്ലാമാണ് റസൂലിൻ്റെ മാതൃക. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു ലുഐ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ റസൂലിനെ പറ്റി മദ്ഹ് ഗാനങ്ങൾ പാടിയത് ഒരിക്കലും തന്നെ ബർത്ത്ഡേക്ക് തെളിവുകളല്ല. ബർത്ത്ഡേ ദിവസങ്ങളിലല്ല അവർ മദ്ഹ് പാടിയതും അങ്ങനെ ഒരു പ്രത്യേക നെയ്യത്തോടു കൂടിയുമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശുദ്ധിയെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പവിത്രതയെ അവർ പാടിപ്പുകഴ്ത്തി. അതിൽ വല്ല അതിർവരമ്പുകളും ലംഘിച്ചു കഴിഞ്ഞാൽ നബി തങ്ങൾ അതിൽ ഇടപെട്ടിരുന്നു, നബി അത് നിർത്തിച്ചിരുന്നു. നബിക്ക് അർഹമായ മദ്ഹുകൾ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അനുവദിച്ചിരുന്നു. ഇത്തരം മാതൃകകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ളത്. അല്ലാത്ത മാതൃകകൾ നാം ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന. നിങ്ങൾ നബിയെ തങ്ങളെ അവരെ എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങയെ പിൻപറ്റാൻ അവരോട് പറയുക, താങ്കളെ പിൻപറ്റാൻ അവരോട് പറയുക എന്ന് പറഞ്ഞ ആയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം പിൻപറ്റേണ്ടതും അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതും നബിയെ സ്നേഹിക്കേണ്ടതും ഒക്കെ തന്നെ ആ രീതിയിൽ അനുസരിച്ചായിരിക്കണം. ഒന്നിലും തന്നെ അതിര് കവിയാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു.